മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ കണ്ണൂരിൽ BDS വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവം അത് സംബന്ധിച്ച് വലിയ ആശങ്കകളും ആരോപണങ്ങളും കുടുംബം മുന്നിട്ട് വയ്ക്കുന്നു. അധ്യാപകരുടെ പീഡനം സംബന്ധിച്ച് നിതിൻ രാജൻ പറയുന്ന ശബ്ദ സന്ദേശം പുറത്തു വരികയാണ്. അധിക്ഷേപത്തെക്കുറിച്ച് സഹപാഠികളോട് പറയുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നത്. ആദ്യമ ഓഡിയോ കുറേ നടന്നിട്ടുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് ഇറങ്ങിയല്ലോ, ഞാൻ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിയല്ലോ. അതിനുശേഷം എൻ്റെ അടുത്താണ് യു ആർ ഇഡിയറ്റ് എന്ന് പറഞ്ഞു. ഞാൻ സെയിം ടു യു എന്ന് പറഞ്ഞു, മുഖത്തേക്ക് തന്നെ പറഞ്ഞു. പിന്നെ മറ്റേ കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ സ്റ്റാഫ് റൂം, എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ സ്റ്റാഫ് റൂമിലുള്ള അവിടെ കൊണ്ടിട്ടിട്ട് എന്തൊക്കെയാണ് പറയാൻ നോക്കി. എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഗേറ്റിന് പുറത്തിറങ്ങിയാൽ നിൻ്റെ കൈയും കാലും വിട്ടും, നീ കൈ ഇല്ലാണ്ട് നീ പിന്നെ ജീവിക്കേണ്ടി വരുമോ. ഞാൻ പറഞ്ഞു സാറേ അതൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല, സംഗീത മാം എല്ലാം എന്നെ തന്നെ നോക്കിയിരിക്കണം. അപ്പോൾ അജീഷ മാം പറഞ്ഞു നിതിൻ കൂളെന്ന് പറഞ്ഞു. ഇല്ല ഇന്നലത്തോടെ അയാളുടെ വിലയെല്ലാം പോയിട്ടുണ്ട്. എന്നെ കുറേ പേര് വിളിച്ചിട്ട് നിതിനെ നീ ആൺകുട്ടി, കാരണം ഇത്രയും ബോയ്സിനെ എല്ലാവരെയും പച്ചയ്ക്ക് ഇൻസൾട്ട്. എടാ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു പേരെടുക്കാൻ ഒന്നിനു വേണ്ടിയിട്ടില്ലായിരുന്നു. ഇന്നലെ ശരിക്കും നിങ്ങളെന്നെ കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ് ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ വെറുതെ എണീപ്പിച്ച് നിർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെയും കളിയാക്കിയിട്ട് അതിന് ശേഷം പറയണ എൻ്റെ 3 മാർക്ക് കുറച്ചെന്ന പാരൻസിന് പോയി ഇത് കൊടുക്കുക, എന്താ സർപ്രൈസായിട്ട് കൊടുത്തേക്കുക. അതുപോലെ എന്താ ഇൻസൾട്ട് ഓക്കെ, ഞാൻ ക്ഷമിച്ച് ഒരു പരിധി വരെ ക്ഷമിച്ചിരുന്നു. ഒരൊറ്റ ക്ഷമിച്ച്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഓരോ കുട്ടികളിലും പേപ്പർ കൊടുത്ത് വായിച്ചു നടന്ന് ചെയ്യിക്കുന്നു. അത് ഓരോ സ്പെല്ലിങ്ങും പറഞ്ഞ് ഫസ്റ്റ് ആയപ്പോൾ ഞാൻ പൊട്ടിത്തെറിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ക്ലാസ്സിൽ വിളിക്കാം. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് പറയുകയും ചെയ്തത് ക്ലാസ്സിൽ 100-99 പേരും തൻ്റെ അടിമയായിരിക്കും. എന്തായാലും അതില്ല, ഞാൻ താനും നിങ്ങൾ ഇങ്ങനെ വിളിച്ചിട്ടുള്ളൂ, ഞാൻ സാറ് ഇന്നലെ വിളിച്ചിട്ടേ അല്ല. നിതിൻ രാജന്റെ ശബ്ദരേഖയാണ് കേട്ടത്. താൻ വിദ്യയാണെന്ന് അധ്യാപകൻ പറഞ്ഞു. സ്റ്റാഫ് റൂം കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലമാണ്. അമ്മയെ കളിയാക്കി സംസാരിച്ചു. ഇന്റേണൽ മാർക്ക് കുറച്ചത് കുടുംബത്തിന് സർപ്രൈസ് നൽകാനാണെന്ന് പറഞ്ഞു. സഹപാഠികൾക്കിടയിൽ വെച്ച് നിരന്തരം അപമാനിച്ചെന്നും ഈ ശബ്ദ സന്ദേശത്തിലുണ്ട്. നിതിന് നേരെ ഗുരുതരമായ ജാതി അധിക്ഷേപമുണ്ടായെന്ന് സഹോദരി നിഖിതയും പറയുന്നു. തെരുവുപട്ടി എന്ന് വിളിച്ചു. എഴുത്തും വായനയും അറിയില്ലെന്ന് അധിക്ഷേപിച്ചു. മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടത്തിന് മുകളിൽ നിന്നാണ് നിതിൻ താഴേക്ക് വീണത്. അവിടെ പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ലെന്നും ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്നുമാണ്. പിന്നെ പ്രിൻസിപ്പലിന് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അയാൾക്ക് കംപ്ലൈന്റ് കൊടുത്തിട്ടേ ഇല്ലെന്നാണ് പറഞ്ഞത്, പക്ഷെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. HOD ഇങ്ങനെ സംസാരിച്ചല്ലോ, അതായത് പട്ടിയെ പോലെയാണ്, നിറത്തിന്റെ പേരിലും ജാതിയുടെ പേരിലെല്ലാം എല്ലാ രീതിക്കും അവനോട് ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസിനോടും അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. റാം സാറ് ഇവിടെ പഠിക്കുന്നത് ടാർഗറ്റ് ചെയ്തിട്ടുള്ള കുട്ടികൾ അയാൾ കൊന്നിട്ടേ പോവുള്ളൂ. അത് ആദ്യമേ പറഞ്ഞു. ഉഴുത്ത പട്ടി, പേപ്പട്ടി, കറുപ്പിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അതുപോലെ നിനക്ക് വായിക്കാനും എഴുതാനും അറിഞ്ഞൂടേടാ, നീ എവിടെ പഠിച്ചത്? നീ ഇത് ഓരോ സ്റ്റുഡൻസിന്റെ കയ്യിലും ആ പേപ്പർ മാറി, അതായത് ഇവ എഴുതിയ പേപ്പർ മാറി കൊടുത്തിട്ടാണ് കിടന്ന് ക്ലാസ്സിൽ മൊത്തം ചിരിക്കാത്ത പിള്ളേർ ഇയാൾ അടിക്കും. അങ്ങനെ അയാൾ അവിടെ കിടന്ന് പിള്ളേർ ചിരിക്കണം. അല്ല, ഇത് രാവിലെ കോളേജിൽ നിന്ന് ഒരു അമ്മയുടെ നമ്പറിലേക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആരാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ തിരിച്ചു വിളിച്ചു. പക്ഷെ അതിനു മുമ്പേ അമ്മ ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് വാട്സപ്പിൽ. അമ്മയുടെ ഫോൺ വിളിച്ചത് പ്രിൻസിപ്പലിൻ്റെ റൂമിൽ നിന്നാണ് വിളിക്കുന്നത്. ഇവിടെ നിതിൻ രാജ് കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി, 3ാം നിലയിൽ നിന്നാണ് ചാടിയത്, സീരിയസ് ആണ്, എല്ലാവരും പെട്ടെന്ന് വരണം എന്നാണ് പറഞ്ഞത്. പിന്നീട് നമ്മൾ തിരിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് ഞങ്ങൾ തിരിച്ച് വിളിക്കുമ്പം ഒരു റെസ്പോണ്ടും ഇല്ല, അവരെടുക്കുന്നില്ല. എപ്പോഴും ഒരു പ്രാവശ്യം വിളിച്ചിട്ട് പറഞ്ഞാൽ നിങ്ങൾ നേരിട്ട് വരണം. എടുത്തായിരുന്നു ഇതിനിടയിൽ 5-6 പ്രാവശ്യം വിളിച്ച് ശ്രമിച്ചതിന് ശേഷം പല പ്രാവശ്യമായിട്ട് കോളേജിൽ പല സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്ന് ജാതിപരമായിട്ടും വംശീയപരമായിട്ടും നിറത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ കുട്ടിയെ നല്ല രീതിയിൽ ഹരാസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. സെക്ഷലി ആൻഡ് മെൻ്റലി നല്ല രീതിയിൽ ഹരാസ്മെൻറ്റ്സ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഡെയിലി വിളിക്കുമ്പോഴൊക്കെ പറയും. അത് പറയുമ്പോഴൊക്കെ ഓരോ പേരുകളും പറയുന്നുണ്ട്. ഇന്ന സ്റ്റാഫാണ്. അതിൽ ഇന്നലെ കുറച്ച് പേരുകൾ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. റാം, സംഗീത. അതെ, ഇവർ രണ്ടുപേരും അധ്യാപകരാണ്, പ്രൊഫസറാണ്. പിന്നെ അപ്പോൾ നിതിൻ പഠിക്കുന്നത് ഡെൻ്റൽ കോളേജിലാണ്. അവിടെയാണ് സ്റ്റാഫ് റൂം, ഈ റാമും മറ്റുള്ള സ്റ്റാഫുകളും ഇരിക്കുന്നത്. ഇതിന്റെ മൃതദേഹം തിരുവനന്തപുരത്തെ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ആരോപണ വിധേയരായ അനാട്ടമി വിഭാഗം മേധാവി ഡോക്ടർ MK റാം, അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സംഗീത എന്നിവരെ ഇന്നലെ തന്നെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സാരംഗ് സുധാകരൻ.
നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാരംഗ്, എന്താണ് ഈ കുടുംബത്തിൻ്റെ ആക്ഷേപം? അങ്ങേറ്റം ഗുരുതരമാണ്. ഇതിൽ ഇപ്പോൾ സസ്പെൻഷൻ അടക്കമുള്ള ചില നടപടികൾ ഉണ്ടായിട്ടുണ്ട്. ഈ കുടുംബം ഉന്നയിക്കുന്ന ആക്ഷേപം, അതായത് നേരത്തെ തന്നെ ഈ കുടുംബവുമായി താൻ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ നിതിൻ പങ്കുവച്ചിരുന്നു എന്ന് തന്നെയാണ്. തീർച്ചയായും സജിത്ത്, അതിന് മുൻപടക്കം കഴിഞ്ഞ വർഷം ഈ ഒരു BDS കോഴ്സിന് വേണ്ടി ഇവിടെ ജോയിൻ ചെയ്തതിന് ശേഷം കോളേജിൽ നിന്നുണ്ടായ പല ദുരനുഭവങ്ങൾ കാരണം വീട്ടിലേക്ക് തിരിച്ച് വന്നിരുന്നു. അങ്ങനെ 1 മാസത്തോളം ഇവിടെ നിന്നതിന് ശേഷം പിന്നീട് കുടുംബത്തിൻ്റെ നിർബന്ധപ്രകാരം ഇവിടെ നിന്നും മാറിപ്പോവുകയാണ്, അതായത് തിരിച്ച് കോളേജിലേക്ക് തന്നെ പോവുകയായിരുന്നു. അവിടെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും നിതിൻ വീട്ടുകാരെ അറിയിക്കാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ചെറിയ രീതിയിലുള്ള റാഗിങ് ആയിക്കോട്ടെ, സീനിയേഴ്സിൻ്റെ ഭാഗത്തുനിന്നടക്കം ഈ ഒരു വസ്ത്രദാനത്തിൻ്റെയും മുടി വെട്ടുന്നതിനടക്കം ചെറിയ രീതിയിലുള്ള റാഗിങ് നേരിടേണ്ടി വന്നിരുന്നു. അതടക്കം വീട്ടിൽ അറിയിച്ചിരുന്നു നിതിനെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിലുപരി ഈ ഒരു ജീവനക്കാരുടെയും ഒപ്പം അധ്യാപകരുടെയും അടക്കമുള്ള ചൂഷണങ്ങളാണ്, അതായത് ശാരീരികവും മാനസികവുമായിട്ടുള്ള പല പീഡനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് എത്തിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പല തവണ പ്രിൻസിപ്പാളിനടക്കം പരാതി നൽകിയിരുന്നു. അങ്ങനെയാണ് പിന്നീട് ഈ ഇതിലേക്ക് അതായത് പ്രിൻസിപ്പാൾ ഈ വിഷയത്തിൽ ഇടപെടുകയും പിന്നീട് ആ ഒരു വിഷയം താൽക്കാലികമായി രമ്യതയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീടും ഈ ഒരു പ്രശ്നങ്ങൾ, അതായത് ഒരു ഒറ്റപ്പെട്ട സംഭവമായി മാത്രമല്ല കുടുംബം ആരോപിക്കുന്നത്, പല വിദ്യാർത്ഥികളും ഈ പ്രശ്നം നേരിട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ വിദ്യാർത്ഥികൾ നേരിടുന്നത് നിതിൻ്റെ ഓഡിയോ സന്ദേശത്തിൽ തന്നെ വ്യക്തവുമാണ്. അതുകൊണ്ട് ഇതൊരു അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ ഒരു വിഭാഗത്തിൻ്റെ മാത്രം, അതായത് ഒരു കുട്ടിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു വിഷയമായിട്ടല്ല ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. ഈ ഒരു മൊത്തത്തിലൊരു കോളേജുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതിൽ അവസാനത്തെ ഇരയായിട്ടാണ് നിതിനെ കുടുംബം കാണുന്നത്. മാത്രമല്ല ഇതിൽ കഴിഞ്ഞ ദിവസം രാവിലെ ഇവിടേക്ക് എത്തേണ്ട ഒരു വ്യക്തിയായിരുന്നു. വ്യക്തി എന്ന നിലയിൽ അങ്ങനെയാണ് പിന്നീട് മരണപ്പെട്ട് ഇന്ന് രാവിലെ 6-7 മണിയോട് കൂടി ഇവിടേക്ക് കൊണ്ടുവരുന്നത്. അതും പെട്ടെന്ന് ഉടനെ തന്നെ അറിയിക്കുകയായിരുന്നു. അതിനെ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചു, അതായത് ചാടുകയായിരുന്നു. പിന്നീട് മരണപ്പെട്ടെന്ന് അറിയിക്കുകയായിരുന്നു. നമുക്കറിയാം 2 സഹോദരിമാരും ഏറ്റവും ഇളയ മകനാണ് നിതിൻ, ഏക അത്താണിയാണ്. അങ്ങനൊരു കുട്ടിയെയാണ് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായൊരു നിലപാട് അല്ലെങ്കിൽ നടപടി ഉണ്ടാകണമെന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം. സജിത്ത്, ഈ സാരംഗ്, മൃതദേഹം വീട്ടിൽ കൊണ്ടുവന്നു. എന്താണ് അവിടുത്തെ ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്? സംസ്കാര ചടങ്ങുകൾ, ബാക്കി നടപടിക്രമങ്ങൾ, കുടുംബമൊക്കെ ഇക്കാര്യത്തിൽ എങ്ങനെയാണ്? അവിടുത്തെ സാഹചര്യം എന്താണ്? സജിത്ത്, ഇതിൽ 1 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിതിൻ കുടുംബവുമായി താമസിക്കുന്നത് വാടക വീട്ടിലാണ്. അവിടെ അവർക്ക് സ്വന്തമായി ചെറിയൊരു ഭൂമിയുണ്ട്. ആ ഭൂമിയിൽ സംസ്കാര ചടങ്ങുകളടക്കം നടത്താനുള്ള ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ 1 മണിയോടുകൂടി അതിൽ കടക്കും. കുടുംബാംഗങ്ങളടക്കം വീട്ടിലേക്ക് എത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. അതായത് ഇത് കഴിഞ്ഞ ദിവസം വിവരം അറിഞ്ഞെത്തിയെങ്കിലും കൂടുതൽ പേർ നിതിൻ്റെ മൃതദേഹം കാണുവാൻ വേണ്ടി ഇവിടേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്ത് കഴിഞ്ഞാലും 1 മണിയോടുകൂടി ഒരു സംസ്കാര ചടങ്ങുകളിലേക്ക് കാര്യങ്ങൾ കടക്കും. അതിനുശേഷവും ഒരു നിയമ നടപടികളുമായി ഇപ്പോൾ തന്നെ പരാതിയുമായി അസ്വാഭാവിക മരണത്തിൻ്റെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിലേക്ക് മാത്രം ഒതുങ്ങാൻ പാടില്ല. ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറായിട്ട് തന്നെ കണക്കാക്കിക്കൊണ്ട് ഇതിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകണമെന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം. എന്തായാലും സാരംഗ് സൂചിപ്പിച്ചതുപോലെ എന്തായാലും ഇതൊരു വലിയ ആരോപണമാണ്. ആരോപണത്തിൽ കുടുംബത്തിൻ്റെ ആക്ഷേപത്തിൽ അന്വേഷണം ആവശ്യമാണ്. ഇങ്ങനെ ഒരു കുട്ടി മരിച്ചു എന്ന കാര്യമാണ്. അഞ്ചരക്കണ്ടി കോളേജിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാവണം. കുട്ടിയുടെ അനുഭവം കോളേജിൽ നിന്നും വളരെ മോശമാണ് എങ്കിൽ ആ കുട്ടി അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾ ഇതൊക്കെയാണ് അവൻ ഫോൺ റെക്കോർഡിൽ തുറന്നു പറയുന്നത്. ജീവനൊടുക്കാൻ തീരുമാനിച്ചത്, കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി മരിക്കാനുള്ള തീരുമാനം, അത് അത്ര കണ്ട് മാനസിക ബുദ്ധിമുട്ട് ആ കുട്ടിയിൽ ഉണ്ടാക്കിയിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.